ഹായ്, ഒരു പ്രധാനപ്പെട്ട വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചക്കിടെ സംഭവിച്ച ഒരു വലിയ വാർത്ത, പല പ്രാദേശിക വാർത്തകൾക്കുള്ളിൽ മറഞ്ഞുപോയ ഒരു വലിയ വാർത്ത, നമ്മളെല്ലാവരും അറിയേണ്ട വാർത്ത. സെപ്റ്റംബർ 1-ാം തീയതി 15 പേരടങ്ങുന്ന ഒരു സംഘം പിന്നീട് അങ്ങോട്ടുള്ള 15 ദിവസങ്ങൾ കൊണ്ട് ഒരു ഗിരിശൃംഗം കീഴടക്കി എന്ന് മാത്രമല്ല, അതിനൊരു പേരും കൊടുത്തു. ഇന്ത്യയിലാണ് ഇത് സംഭവിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒട്ടാകെ അറിയുന്നതിന് മുമ്പ് തന്നെ ചൈന ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി, വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. അവിടുത്തെ ഫോറിൻ അഫയേഴ്സ് സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ലിൻ ജിയാൻ ഇന്ത്യയുടെ ഈ നടപടിയെ നിശിതമായി വിമർശിച്ചു. നമ്മളും തിരിച്ച് ചുട്ട മറുപടി കൊടുത്തു. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഭാഗങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. പറഞ്ഞു വരുന്നത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെക്കുറിച്ചാണ്. അവിടെ തവാങ് എന്ന് പറയുന്ന റീജിയൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിരന്തരം ചൈനയുമായിട്ട് പലപ്പോഴും പ്രശ്നം നേരിടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ തവാങ് പ്രദേശത്ത്, അതായത് തവാങ് വെസ്റ്റ് കാമങ് എന്ന് പറയുന്ന റീജിയണിൽ ഗുരിച്ചൻ റേഞ്ചസ് എന്ന് പറഞ്ഞ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു വളരെ ഉയരമുള്ളൊരു സ്ഥലമുണ്ട്, ഗുരിച്ചൻ. അപ്പോൾ ഇവിടെ ഏതാണ്ട് 20,942 അടി ഉയരമുള്ള ഒരു പീക്ക്, ഒരു കൊടുമുടി നമ്മൾ കീഴടക്കിയിരിക്കുകയാണ്. നമ്മളെന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനം, നിമാസ്. ഈ നിമാസിൻ്റെ അണ്ടറുള്ള 15 അംഗ സംഘമാണ് ഇത് കീഴടക്കിയത്. കീഴടക്കി എന്ന് മാത്രമല്ല, അതിന് ഒരു പേര് കൊടുക്കുകയും ചെയ്തു. സാങ്യാങ് ഗ്യാറ്റ്സോ എന്നാണ് ആ പേര്. ഈ പേര് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഇതൊരു വ്യക്തിയുടെ പേരാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം 6ാമത്തെ ദലൈലാമയായിരുന്നു. നിലവിൽ ഇപ്പോൾ 14ാമത്തെ ദലൈലാമയുണ്ട്. 1950കളിൽ ചൈന ടിബറ്റ് പിടിച്ചെടുത്തതിന് ശേഷം അവിടെ നിന്ന് രക്ഷാർത്ഥം പലായനം ചെയ്ത 14ാമത്തെ ദലൈലാമ, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കൂടിയല്ല നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 6ാമത്തെ ദലൈലാമയുടെ പേരിടാൻ ഒരു കാരണമുണ്ട്. ടിബറ്റ് ചൈന പിടിച്ചെടുക്കും മുമ്പാണ് ശരിക്കും ഇദ്ദേഹം ദലൈലാമയായിട്ട് വർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ശക്തമായിട്ടുള്ള മെസ്സേജ് കൂടിയാണ് ചൈനയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. നിരന്തരം നമ്മളുമായിട്ട് അതിർത്തി പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചൈനയ്ക്ക് ഇതൊരു താക്കീതായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ പേരിട്ടാണ്, ദലൈലാമയുടെ പേരിട്ടാണ് ചൈന ഏറ്റവും കൂടുതൽ കോപാകുലരാവാനുള്ള ഒരു പ്രധാന കാര്യം. കാരണം 2017 ദലൈലാമ അരുണാചൽ പ്രദേശ് സന്ദർശിച്ചതിന് ശേഷമാണ് പലപ്പോഴും ഈ ചൈന അഗ്രസീവായിട്ട് അരുണാചൽ പ്രദേശിലെ പല സ്ഥലങ്ങൾക്കും ചൈനീസ് പേരുകൾ കൊടുക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, ഈ ടിബറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സതേൺ ടിബറ്റാണ് അരുണാചൽ പ്രദേശ് എന്നും അവരതിനെ സാങ്നാൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എതിർക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സ്ഥലം, അപ്പോൾ അതിന് ആര് പേരിട്ടാലും നമ്മുടെ ഭാഗമായി തന്നെ തുടരും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ 20,942 അടി ഉയരമുള്ള ഈ സ്ഥലം, അതായത് കാമങ് തവാങ് റീജിയനിലുള്ള ഈ സ്ഥലം, ഇതിനു മുമ്പ് ആരും കീഴടക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് മറ്റൊരു പേരും ഉണ്ടായിരുന്നില്ല താൻ. അപ്പോൾ ഒരു പടി കൂടി മുമ്പിൽ കയറി നമ്മുടെ രാജ്യം ഇത് നേടിയെടുത്തിരിക്കുകയാണ്. ഈ ചൈനയെ ചൊടിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ പേരിട്ടത് ഒരു പ്രധാന കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുറച്ച് ആൾക്കാർ കയറിയെന്ന് പറയുമ്പോൾ അങ്ങനെ വെറും ആൾക്കാരല്ല കയറി കേട്ടോ. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ ചൈനക്കാർക്ക് കുറച്ചുകൂടി ഒരു കലിപ്പായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടാളക്കാരാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ സധൈര്യം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളൊരു വലിയ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2020 ശേഷം, ഗാൽവൻ വാലി അറ്റാക്കിനൊക്കെ ശേഷം ചൈനയുമായിട്ട് പല അതിർത്തി പ്രദേശങ്ങളിലും നമ്മൾ കോപ്സ് കമാൻഡർ ലെവൽ മീറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ ഡിസെൻഗേജ്മെൻറ്റ് നടന്നു. ഇപ്പോൾ വളരെ അടുത്തിടെ ഉണ്ടായ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ പറയുകയുണ്ടായാണ്ട് 75% പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. ഇനി പെട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മാത്രമാണ് പരിഹരിക്കാനുള്ളത്. ഏതൊരു സാഹചര്യത്തിലും, എത്ര ശക്തനായാലും, നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും വില വെച്ച് കൊടുക്കില്ല എന്നുള്ളതും അതിനെ ശക്തമായിട്ട് നമ്മൾ നേരിടും എന്നുള്ളതായിരുന്നു ഇതുവഴി നമ്മൾ അവർക്ക് കൊടുത്ത ഒരു മെസ്സേജ്. ഇന്ത്യ സുശക്തമായിട്ട് നിലനിൽക്കട്ടെ. വെളിയിൽ നിന്ന് വരുന്ന വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് അതിശക്തമായിട്ട് മുന്നേറട്ടെ. താങ്ക്